ഡെയിലി ന്യൂസ് അനാലിസിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 13, 2024. നമുക്ക് എന്താണ് ആദ്യമായിട്ട് പത്രം തുറക്കുമ്പോൾ കാണുന്നതെന്ന് നോക്കാം. ടച്ചിങ് ന്യൂ ഹൈറ്റ്സ്. ഇതൊരു പത്രത്തിലെ ആദ്യത്തെ പേജിലെ ഒരു പടമാണ്. ഇതിനകത്ത് ഒരു വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു മനോഹരമായ ദൃശ്യം. എന്തിനെക്കുറിച്ചാണ്? ഇന്ത്യസ് ലോങ്സ്റ്റ് റീ ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ്? മുംബൈയിൽ. അടൽ ബിഹാരി വാജ്പേയി സേവി നവ ഷേവ അടൽ സേതു എന്നാണ് അതിന്റെ പേര്. പ്രൈം മിനിസ്റ്റർ മോദി മുംബൈയിൽ വെച്ച് ഫ്രൈഡേ ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. 21.8 കിലോമീറ്റർ ലോങ് ബ്രിഡ്ജാണിത്. 70,000-ൽ പരം വെഹിക്കിൾസ് ദിവസവും അതിലൂടെ പാസ് ചെയ്തു പോകുന്നതാണ് ഈ താഴെ അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. The 6-lane Trans Harbour Bridge is 21.8 kilometer long with a 16.5 kilometer sea link. അതായത് അറബിക്കടലിന്റെ മുകളിലൂടെ 16.5 കിലോമീറ്റർ ഈ പാലം സഞ്ചരിക്കുന്നുണ്ട്. മൊത്തം ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ 21.8 കിലോമീറ്റർ ആണ്. അടൽ സേതു എന്നാണ് ഇതിന്റെ പേര്. അടൽ സേതു ഷോസ് ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോഗ്രസ്. ഇത് പ്രിലിംസി ചോദിക്കാം എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ മെയിൻസിനകത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന ജി എസിൽ വരുന്ന ജനറൽ പേപ്പറിൽ വരുന്ന ഭാഗത്തും കൂടെ ഇത് ചോദിക്കാറുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, പോർട്ട്, റോഡ്സ് അങ്ങനെ പറഞ്ഞ ഒരു സെക്ഷൻ നമ്മൾ GS 3 നമ്മൾ കാണുന്നതാണ്. ഹി ലേസ് പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തിരിക്കുക? ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ പ്രോജക്ട്സ് വർത്ത് 12,700 crore. സേസ് ഗവൺമെന്റ്സ് വിഷൻ ഈസ് ടു ഇംപ്രൂവ് എയ്സ് ഓഫ് മൊബിലിറ്റി ഓഫ് സിറ്റിസൺസ് ബൈ സ്ട്രെങ്തനിങ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റഡ് അടൽ സേതു, ഇന്ത്യാസ് ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് ദ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇതിനെ എന്താ വിളിക്കുന്നത്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് വിൽ റെഡ്യൂസ് ദ 2-hour ജേർണി ബിറ്റ്വീൻ മുംബൈ ആൻഡ് നവി മുംബൈ ടു എ 20-minute റൈഡ്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് നവി മുംബൈയിൽ നിന്നും മുംബൈയിലേക്ക് എത്താൻ പറ്റും. സാധാരണ അത് 2 മണിക്കൂർ എടുക്കുന്ന. ദ ബ്രിഡ്ജ് ഈസ് ബിൽറ്റ് വിത്ത് ജപ്പാനീസ് അസിസ്റ്റൻസ്. ജപ്പാന്റെ സഹായത്തോടും കൂടിയാണ് ഈ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടൽ സേതു വിൽ പ്രൊവൈഡ് faster connectivity to Mumbai International Airport and Navi Mumbai International Airport and will also reduce the travel time from Mumbai to Pune, Goa and South India. It will also improve connectivity between Mumbai Port and Jawaharlal Nehru Port Terminus. അങ്ങനെ സുപ്രധാനമായ ഒരു പ്രോജക്റ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ കണ്ടിരിക്കുന്ന അടൽ സേതു എന്ന് പറയുന്നത്. ഇനിയും ഇത് വളരെയധികം നോട്ട്സിലും ഒക്കെ നമ്മൾ ഗ്രൂപ്പിനകത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സുപ്രീം കോർട്ട് റിഫ്യൂസസ് ടു സ്റ്റേ ലോ ഓൺ CEC, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണർ സെലക്ഷൻ ഇഷ്യൂസ് നോട്ടീസ് ടു ഗവൺമെന്റ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കകത്തും വരുന്നതാണ്. ആർട്ടിക്കിൾ 324 നമുക്കറിയാവുന്നതാണ്. ഇലക്ഷൻ കമ്മീഷനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നല്ല രീതിക്ക് ഓവർലാപ്പ് ഉള്ള പൊളിറ്റിയിലും പിന്നെ അതുപോലെ GS 2-നകത്തും ഒക്കെ ഓവർലാപ്പ് ഉള്ള പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും GS 2-നകത്താണെങ്കിലും ഓവർലാപ്പ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇത്. നമുക്ക് എന്താണെന്ന് ഇത് ബ്രീഫ് ചെയ്ത് നോക്കാം. ഈ ആക്ട് പ്രകാരം കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ആക്ട്, ദ ആക്ട് സെറ്റ് ദ salary of the Chief Election Commission and election commissioners at the same level as the Supreme Court judge. ഈ ആക്ട് പ്രകാരം എന്താണ്? സാലറി ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും ആർക്ക് തുല്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്? സുപ്രീം കോടതി ജഡ്ജിന്റെ സാലറിക്ക് തുല്യമായിട്ടാണ് ഈ ആക്ട് പ്രകാരം ഉണ്ടായിരുന്നത്. ഇറ്റ് ഡിഡ് നോട്ട് പ്രൊവൈഡ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് പ്രോസസ് വിച്ച് കണ്ടിന്യൂഡ് ടു ബി ഡിസൈഡഡ് ബൈ പ്രസിഡന്റ്. പ്രസിഡന്റ് ആയിരുന്നു എങ്കിലും അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിനെ പറ്റി ഉള്ള കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്നത്. In March 2023, while examining the appointment of the Chief Election Commissioner and election commissioners, the Supreme Court declared that their appointment should not be done solely by the executive. അതായത് മാർച്ച് 23 ഇതിനു മുന്നേ ആരായിരുന്നു? പ്രസിഡന്റിനായിരുന്നു അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിലെ തീരുമാനം ഫൈനലായിട്ട്. പക്ഷേ സുപ്രീം കോർട്ട് 2023 അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ സുപ്രീം കോർട്ട് എന്താണ് പറഞ്ഞത്? അപ്പോയിന്റ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ മാത്രം കയ്യിൽ solely ആയിട്ട് ഇരിക്കാൻ പാടില്ല. The court noted that the Election Commission of India should be independent of executive control. It mandated a selection process which would hold until Parliament makes a law. It mandated a selection process. ഒരു selection process mandate ചെയ്തിരുന്നു
which would hold until Parliament makes a law. പാർലമെന്റ് ഒരു ലോ പ്രഖ്യാപിക്കുന്നവരെ ആ മാൻഡേറ്റ് വഴി വേണം നമ്മൾ സെലക്ട് ചെയ്യാനാണ് കോർട്ട് പറഞ്ഞത്. The court directed that the appointment should be done by the president on the recommendation of a selection committee. പ്രസിഡന്റ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്, പക്ഷേ ആരുടെ റെക്കമെൻഡേഷൻ വഴിയാണ്? റെക്കമെൻഡേഷൻ ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി. ദ സെലക്ഷൻ കമ്മിറ്റി വിൽ കൺസിസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ, ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ ആൻഡ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പം പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ ഒപ്പോസിഷൻ ഉണ്ട്, ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡർ ഉണ്ട്, അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ആ സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ഉണ്ട്. അക്കോർഡിംഗ് ടു ദ Chief Election Commissioner and other election commissioners, Appointment, Conditions of Service and Terms of Service Act 2023. അതാണ് ഇപ്പോഴത്തെ ആക്ട് എന്ന് പറയുന്നത്. CEC and other election commissioners, Appointment, Conditions of Service and Terms of Office Act 2023. ഇത് പ്രകാരം എന്താണ്? സിഇസിയും ഇസിയും, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണേഴ്സും വിൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് അപ്പോൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി. ദ സെലക്ഷൻ കമ്മിറ്റി വിൽ കൺസിസ്റ്റ് ഓഫ് എ പ്രൈം മിനിസ്റ്റർ, a union cabinet minister and leader of opposition of the largest opposition party in Lok Sabha. കോടതി റെക്കമെൻഡ് ചെയ്ത പോലെയാണോ ഇതിനകത്ത് വന്നിരിക്കുന്നത്? ചെറിയ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ആരില്ല? ഒപ്പോസിഷൻ ലീഡർ ഉണ്ട്, ഇതിനകത്ത് ആരില്ല? ചീഫ് ജസ്റ്റിസ് ഇല്ല. പകരം ആരാണ് അഡീഷണൽ ആയിട്ടുള്ളത്? എ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് ഈ സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ഉള്ളത്. അപ്പൊ ഒരു ഗവൺമെന്റിനോട് ഒരു അലൈൻഡ് ആയിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഇത് മനസ്സിലാവും. റെക്കമെൻഡേഷൻസ് ഓഫ് ദ സെലക്ഷൻ കമ്മിറ്റി വിൽ ബി വാലിഡ് ഈവൻ വെൻ ദർ ഇസ് എ വേക്കൻസി ഇൻ ദിസ് കമ്മിറ്റി. ഇതിനകത്ത് ഒരു വേക്കൻസി ഉണ്ടെങ്കിലും സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വാലിഡ് ആയിരിക്കും എപ്പോഴും. സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, ഒപ്പോസിഷൻ ലീഡറും ഉണ്ട് ലോക്സഭയിലെ, അല്ലെങ്കിൽ ലീഡർ ഓഫ് ദ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി, അങ്ങനെ ആവും. സോ ഈ റെക്കമെൻഡേഷൻസ് എന്താണ്? വാലിഡ് ആണ് ഈവൻ ദെൻ വെൻ ദർ ഇസ് എ വേക്കൻസി ഇൻ ദിസ് കമ്മിറ്റി. എ സെർച്ച് കമ്മിറ്റി headed by the cabinet secretary will propose a panel of names to the selection committee. ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് ആരാണ് പേരുകൾ നിർദ്ദേശിക്കുന്നത്? ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ട്. ആ സെർച്ച് കമ്മിറ്റിയാണ് സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് ഒരു പാനൽ ഓഫ് നെയിംസ് സജസ്റ്റ് ചെയ്യുന്നത്. ഇവരെയൊക്കെ നമുക്ക് ഇലക്ഷൻ കമ്മീഷണർ ആക്കാം, ഇവരെയൊക്കെ നമുക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കാമെന്ന് ഈ സെർച്ച് കമ്മിറ്റിയാണ് സെലക്ഷൻ കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ആ സെർച്ച് കമ്മിറ്റിയുടെ ഹെഡ് ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. ക്യാബിനറ്റ് സെക്രട്ടറി. എലിജിബിലിറ്റി ഫോർ ദ പോസ്റ്റ് include holding a post equivalent to the secretary to the central government. Eligibility of post includes holding a post equivalent to the secretary to the central government. ആ സെക്രട്ടറി ടു ദ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രമേ എന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പദവികൾ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇലക്ഷൻ കമ്മീഷണർ. സാലറി ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് വിൽ ബി ഈക്വലന്റ് ടു ദാറ്റ് ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള സാലറിയും കണ്ടീഷൻസ് ഓഫ് സർവീസും ആയിരിക്കും ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനും ഇലക്ഷൻ കമ്മീഷണറിനും ഉള്ളത്. അണ്ടർ ദ 1991 ആക്ട് ഇറ്റ് വാസ് ഈക്വലന്റ് ടു ദ സാലറി ഓഫ് എ സുപ്രീം കോർട്ട് ജഡ്ജ്. അപ്പോൾ എന്താ പറയുന്നത്? 1991 ആക്ട് പ്രകാരം ഇറ്റ് വാസ് ഈക്വലന്റ് ടു ദ സാലറി ഓഫ് എ സുപ്രീം കോർട്ട് ജഡ്ജ്. അതായത് ഇവരുടെ സാലറി എന്ന് പറയുന്നത് 1991 ആക്ട് പ്രകാരം ആർക്ക് ഈക്വലന്റ് ആയിരുന്നു? ഒരു സുപ്രീം കോടതി ജഡ്ജിന് ഈക്വലന്റ് ആയിരുന്നു. ഇപ്പൊ ആർക്ക് ഈക്വലന്റ് ആണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ ഇലക്ഷൻ കമ്മീഷണറിന്റെ സാലറി എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഈക്വൽ ആണ്. The selection process of the election commission may be dominated by the government which has implications for this independence. നമ്മൾ ഈ ന്യൂസ് അനാലിസിസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫാക്ച്വൽ ആയിട്ടുള്ള നോളജ് നമുക്ക് എല്ലായിടത്തും ഇത് വായിച്ചാലും കിട്ടും. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ നമ്മൾ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടും, ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴും എന്താണ് ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലാണ് ഇത് കാണാൻ. അതുകൊണ്ടാണ് ഇതിന്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. സോ ഇത് അതിന്റെ മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇനി ഇപ്പൊ കാണാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ പ്രിലിംസ് ആംഗിളിൽ മെയിൻസിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആംഗിളിൽ വരും. പക്ഷെ ഇനി ഇത് നമ്മൾ ഒരു പെർസ്പെക്റ്റീവ് ആംഗിളിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവാം. നമ്മുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെ രൂപീകരിക്കാൻ നമ്മൾ നോക്കാം. ദ സെലക്ഷൻ പ്രോസസ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ മേ ബി ഡോമിനേറ്റഡ് ബൈ ദ ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു സെലക്ഷൻ പ്രോസസ്സിൽ ആരൊക്കെയാ ഉള്ളത്? ഇപ്പം ആരൊക്കെയായിരുന്നു സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത്? പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ പ്രൈം മിനിസ്റ്റർ കൂടാതെ ഒപ്പോസിഷൻ ലീഡർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ദ സെലക്ഷൻ പ്രോസസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ആരെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഹാസ്, കാരണം രണ്ടുപേരില്ലേ അവിടെ, ക്യാബിനറ്റ് മിനിസ്റ്ററും ഉണ്ട്, പ്രൈം മിനിസ്റ്ററും ഉണ്ട്. സോ
എന്തൊക്കെ കാണും അതിന്റെ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും. കാരണം ഡോമിനൻസ് ആർക്കാ അവിടെ? ഗവൺമെന്റിന്. Accepting the selection committee's recommendations in spite of a vacancy in its constitution may effectively lead to a monopoly of government members in selecting candidates. ഒരു മോണോപോളി ഉണ്ടാകാൻ വഴിയുണ്ട് ഗവൺമെന്റ് മെമ്പേഴ്സിന്. Making the chief election commissioners and election commissioners' salary equivalent to the cabinet secretary may lead to government influence as it is fixed by government. ഈ സാലറി ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഈക്വൽ ആകുമ്പോൾ തന്നെ അതാരാണ് ഫിക്സ് ചെയ്യുന്ന സാലറി? ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. സോ അത് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് കാണും ഇതിന്റെ സാലറി കൊടുക്കുന്നതിലും കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഇൻഡിപെൻഡൻസിനെയൊക്കെ നമുക്ക് കുറെ ബാധിക്കുന്നതാണ്. ദിസ് ഈസ് അൺലൈക്ക് ദ സാലറി ഓഫ് ദ സുപ്രീം കോർട്ട് ജഡ്ജ് വിച്ച് ഈസ് ഫിക്സഡ് ത്രൂ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. ഇത് വ്യത്യസ്തമാണ് സുപ്രീം കോടതി ജഡ്ജുമായിട്ട്. നേരത്തെ ആരുടെ സാലറി ആയിട്ട് ഈക്വൽ ഉണ്ടായിരുന്നു? സുപ്രീം കോടതി ജഡ്ജിന്റെ സാലറി ആയിട്ട് ഈക്വൽ ഉണ്ടായിരുന്നു. അന്ന് സുപ്രീം കോടതിന്റെ ജഡ്ജിന്റെ സാലറി ആരാണ് ഫിക്സ് ചെയ്യുന്നത്? ത്രൂ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. ഒരു പാർലമെന്റിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് നമ്മൾ ആ സാലറി ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. കാരണം ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഈക്വലന്റ് ആയി. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ആരാണ് സാലറി ഡിസൈഡ് ചെയ്യുന്നത്? ഫിക്സഡ് ബൈ ഗവൺമെന്റ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഓൾസോ perform quasi-judicial functions. Limiting these posts to senior bureaucrats may exclude some other suitable candidates. സീനിയർ ബ്യൂറോക്രാറ്റ്സിന് മാത്രമായിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് ചില എഫിഷ്യന്റ് ആയിട്ടുള്ള ചില സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. അവർക്ക് ഇതൊരു ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും കൂടിയാണ്. സോ അപ്പം ഇതിലേക്ക് മാത്രം സീനിയർ ബ്യൂറോക്രാറ്റ്സിനെ മാത്രം ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല ആളുകൾ, എലിജിബിൾ ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരും. പെറ്റീഷൻസ് വിൽ ഫൈൽഡ് അഗൈൻസ്റ്റ് ദിസ് ന്യൂ ലോ. ഈ പുതിയ ലോയ്ക്ക് എതിരെ പെറ്റീഷൻസ് വരും. ദ സുപ്രീം കോർട്ട് ഡിക്ലൈൻ ടു സ്റ്റേ ദ ന്യൂ ലോ. സുപ്രീം കോർട്ട് എന്താണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? ഡിക്ലൈൻ ചെയ്തുമായിരുന്നു, പുതിയ ലോയെ സ്റ്റേ ചെയ്യുന്നില്ല. സോ നമുക്ക് അടുത്ത ആർട്ടിക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എ കേസ് ഡയറി ഫോർ ദ ഇന്ത്യൻ പോലീസ്. ഇത് ഗവർണൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് പോലീസ് റിഫോംസും ഒക്കെ ആയിട്ട് ചേർത്ത് വായിക്കാം. ഇതിന്റെ ഒരു സമ്മറി എന്തുവാണെന്ന് നമുക്ക് നോക്കാം. റീസെന്റ് എ 3-day കോൺഫറൻസ് ഇൻ ജയ്പൂർ ഓഫ് പോലീസ് ഓഫീസേഴ്സ്, DGP ലെവലിലുള്ള പോലീസ് ഓഫീസേഴ്സിന്റെ ഒരു കോൺഫറൻസ് ആയിരുന്നു ഇടയ്ക്ക് നടന്ന ജയ്പൂരിൽ, ഫ്രം അക്രോസ് ഇന്ത്യ വാസ് ഹെൽഡ്. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് എക്സസൈസ് ആസ് വെൽ ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ദ പ്രൈം മിനിസ്റ്റർ സ്പോക്ക് അറ്റ് ദ മീറ്റ്. എന്താണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്? ദ സൈൻ ഈസ് ദാറ്റ് ദർ ഈസ് ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ബീങ് അറ്റാച്ച്ഡ് ടു ലോ എൻഫോഴ്സ്മെന്റ് ഇൻ ദ കൺട്രി. മാക്സിമം നമുക്കിപ്പം അറിയാം, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യത്ത് നമുക്കറിയാം വളരെയധികം പോലീസിന്റെ റിഫോംസും ആവശ്യമാണ്. അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റ്, അവര് പോലീസ് എന്ന് പറയുന്ന ഏജൻസി തന്നെ വളരെയധികം എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞത്. However, what cannot be swept under the carpet is the undeniable fact that the police have still to earn the trust and confidence of a majority of the populace. അപ്പം പബ്ലിക് ട്രസ്റ്റും പബ്ലിക് കോൺഫിഡൻസും ഗെയിൻ ചെയ്യേണ്ടത് പോലീസിന്റെ ഒരു ആവശ്യമാണ്. അത് നമുക്ക് അൺഡിനയബിൾ ആയിട്ട് തന്നെ പറയാവുന്ന കാര്യമാണ്. It is unfortunate that even 7 decades after India's independence, citizens do not have a guardian organization that will reach out to the poorest in the community. എല്ലാവർക്കും ആക്സസിബിൾ ആണോ എന്നൊക്കെയുള്ള ഒരു ലൈനിലാണ് ഈ ആർട്ടിക്കിൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻസ് എല്ലാവർക്കും ആക്സസിബിൾ ആണോ? പൂറസ്റ്റ് ഓഫ് പൂറസ്റ്റ് സെക്ഷനിലേക്ക് ഒരു ഗാർഡിയൻ ആയിട്ട് ഈ ഏജൻസി ആക്ട് ചെയ്യുന്നുണ്ടോ? ആ രീതിക്കാണ് ഈ ക്വസ്റ്റ്യൻ മുന്നോട്ട് ചോദിച്ചിരിക്കുന്നത് ഈ ആർട്ടിക്കിൾ. An added complexity is the growing discord between the central and few opposition-led states. The New Delhi conceived and managed Indian Police Service is perceived to be a permanent irritant to some states who look upon the IPS as unreliable intruders over whom they have no control. This is likely to exacerbate itself in the years to come. The role of Enforcement Directorate and the implications it have for federal governance will have to be sorted sooner rather than later. നമുക്കറിയാം പല ഇപ്പം ഓപ്പോസിഷൻ ലെഡ് സ്റ്റേറ്റ്സും സെൻട്രലും തമ്മിൽ ഒരു ചെറിയ തരത്തിലുള്ള ഉരസലൊക്കെ പല സ്റ്റേറ്റിലും കാണാറുണ്ട്. EDയുടെ ഇൻഫ്ലുവൻസ് പല സ്റ്റേറ്റിലും EDയുടെ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, തമിഴ്നാടിന്റെ കേസിലാണെങ്കിലും. അപ്പം
പലപ്പോഴും ഇതിന്റെ ഇൻഡിപെൻഡൻസിനെ പറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫെഡറൽ ഗവർണൻസിൽ ഇതിൽ എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നുള്ള പല ചോദ്യങ്ങളും നമ്മൾ അടുത്തിടെയായിട്ട് ന്യൂസിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് അലൈൻ ചെയ്താണ് ഇത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. The attacks on ED officers is in a few places in India is unfortunate and poses a danger in relations between New Delhi and states. ന്യൂഡൽഹിയിലും അതുപോലെ സ്റ്റേറ്റ്സിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇഡിയുടെ ഇൻഫ്ലുവൻസ്. അപ്പം അത് പലപ്പോഴും ന്യൂഡൽഹിയും ഉദ്ദേശിക്കുന്ന ഒരു സെന്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റും തമ്മിലുള്ള ആ ഉരസല്, പിന്നെ അതിനോട് കൂട്ടി വായിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആക്ടിവിറ്റീസും ഒക്കെ അൺഫോർച്ചുനേറ്റ് ആണ്. ആ രീതിക്കാണ് ഇതിനകത്ത് ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. ഇൻ ഫെയർനെസ് ടു ദ പോലീസ്, however, it must be said that they have become more technology savvy. It is possibly because we have more educated policemen in the lower echelons than before. It is not because Indian youth rate a career in the police force very high. അപ്പം ഇതിനകത്ത് ഇറ്റ് ഈസ് ദ ഷിയർ ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് ഡ്രൈവിംഗ് മെനി ടു ഓപ്റ്റ് ഫോർ എ പോലീസ് ജോബ്. ഇതിനകത്ത് പറയുന്നത് ടെക്നോളജി സാവി ആയി വരികയാണ്. അതായത് ഈ പോലീസ് ജോബ് എന്ന് പറയുന്നത്, അതായത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോലീസ്മാൻ ഇപ്പം കോൺസ്റ്റബിളാർ ലെവലിൽ മുതലുണ്ട്. ശ്രീജിത്ത് IPSന്റെ ഒക്കെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലോവർ കോൺസ്റ്റബിളാർ ലെവലിൽ പോലും ആരുണ്ട്, ഹൈലി ടെക്നിക്കൽ നോളജ് ഉള്ള MTech പോലുള്ള ഗ്രാജുവേറ്റ്സ് ഒക്കെ എവിടെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ലോവർ കോൺസ്റ്റബിളാർ ലെവലിൽ പോലും. സോ ഇറ്റ് ഈസ് ദ ഷിയർ ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് പോലീസ് ജോബിൽ കൂടുതൽ ആളും ഓപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ബിക്കോസ് ഓഫ് ദ ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇൻ ഇന്ത്യ ദ IPS alone hog all attention and the glory, depriving the lower ranks of any chance to prove themselves. അപ്പം the situation in most of the world is different. Every recruit barring a few highly qualified candidates needed for their knowledge of science and technology starts at the lower rung of the ladder and rises up the ranks. അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണ്, IPS എന്ന് പറയുന്ന എല്ലാവരുടെയും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ്. അപ്പം ചെറിയ റാങ്കിലൊന്നും അവർ പ്രൂവ് ചെയ്യാതെ തന്നെ ഡിപ്രൈവിംഗ് ദ ലോവർ റാങ്ക്സ് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് IPS alone ഹോക്സ് ഓൾ അറ്റൻഷൻ ആൻഡ് ദ ഗ്ലോറി. IPSന് മാത്രമാണ് എപ്പോഴും ആ ഒരു സ്റ്റാർ പ്രിഫറൻസ് കിട്ടുന്നത്. ദ സിറ്റുവേഷൻ ഈസ് മോസ്റ്റ് ഡിഫറെന്റ്. കാരണം ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ്, ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ്, ബാക്കിയുള്ള പാർട്ടികളിലൊക്കെ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് നോളജിന് വേണ്ടി എന്താണ് ലോവസ്റ്റ് റങ് ഓഫ് ദ ലാഡർ, അവിടുന്ന് തുടങ്ങിയാണ് റൈസിംഗ് അപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എ മേജർ റീസ്ട്രക്ചറിംഗ് ദാറ്റ് നാരോസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഹയർ റാങ്ക്സ് ആൻഡ് ദ ലോവർ റാങ്ക്സ് കുഡ് ഹെൽപ്പ് ഇൻ എനി എക്സസൈസ് ടു ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് പോലീസ്. അപ്പം ഇതിനിടയിലെ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഹയർ റാങ്കും ലോവർ റാങ്കും തമ്മിലുള്ള ആ ഒരു വലിയ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് കുറച്ചു വന്നിട്ട് ക്വാളിറ്റി ഓഫ് പോലീസിങ് അങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ആൻസൈറ്റി ടു എഡ്യൂക്കേറ്റ് ദോസ് അറ്റ് ദ ലോവർ ലെവൽ in the forces is unfortunately not evident among IPS officers. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നില്ല മോസ്റ്റ് ഓഫ് ദ IPS ഓഫീസേഴ്സ്. അങ്ങനെ ആ വിധത്തിലാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ ഹയറാർക്കി വർക്ക്സ് അഗെയിൻസ്റ്റ് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം ടു ദ കോൺസ്റ്റബിളറി. അപ്പൊ കൂടുതൽ പ്രിഫറൻസ് ഒക്കെ ആർക്കാണ് കിട്ടുന്നത്, IPS ഓഫീസേഴ്സിനാണ്. കോൺസ്റ്റബിളർ ലെവലിലുള്ള പോലീസ് ഓഫീസേഴ്സിന് അത്ര ഒരു പ്രിഫറൻസും അത്ര ഒരു സ്പെൻഡിങ് ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി കൂടുതൽ റിസോഴ്സസും ഒന്നും ചെലവാക്കുന്നില്ല എന്ന രീതിക്കാണ് പറയുന്നത്. നോ ഡിസ്കഷൻ ഓഫ് പോലീസിംഗ് ക്യാൻ ബി കൺക്ലൂഡഡ് വിത്തൗട്ട് റെഫറിംഗ് ടു ദ എറ്റേണൽ കംപ്ലൈന്റ് ഓഫ് ദ പൊളിറ്റിസൈസേഷൻ ഓഫ് പോലീസ് ഫോഴ്സ്. അപ്പം അതും ഒരു പ്രശ്നമാണ്. നമുക്ക് ഈ ഡിസ്കഷൻ ഒരിക്കലും നമുക്ക് ഈ പൊളിറ്റിസൈസേഷൻ ഓഫ് പോലീസ് ഫോഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ദിസ് നോട്ടി പ്രോബ്ലം ഈസ് ഇന്റർട്വൈൻഡ് വിത്ത് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ദിസ് ഈസ് ആൻ ആസ്പെക്ട് ഓഫ് പോലീസിംഗ് ദാറ്റ് വിൽ കണ്ടിന്യൂ ഫോർ ഡെക്കേഡ്സ് ടു കം. സോ ഇതിനകത്ത് പറയുന്ന മെയിൻ ഇഷ്യൂസിൽ ആദ്യമായിട്ട് പറയുന്നത് എന്താണ്, ഇപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ട് ഹയർ സർവീസസും ഹയർ റാങ്ക്സും ലോവർ റാങ്ക്സും തമ്മിൽ. അത് കുറച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ക്വാളിറ്റി ഓഫ് പോലീസിങ് ഇംപ്രൂവ് ആവുള്ളൂ. അപ്പം അത് എല്ലാവർക്കും കൊടുക്കുന്ന റിസോഴ്സസ്, എല്ലാവർക്കും ഉപയോഗിക്കുന്ന എഡ്യൂക്കേഷൻ, അത് തന്നെ ആർക്കും കിട്ടാൻ അർഹതയുണ്ടെന്നാണ് പറയുന്നത്. കോൺസ്റ്റബിളർ ലെവലിലുള്ള പോലീസ് ഫോഴ്സിനും ആവശ്യമുണ്ട് ഫോർ ബെറ്റർ സർവീസ് ഡെലിവറി. സോ
അപ്പം ഈ പിന്നെ അതുകൂടാതെ എന്ത് ആസ്പെക്റ്റും കൂടെയാണ് പറയുന്നത്, പൊളിറ്റിസൈസേഷൻ ഓഫ് പോലീസ് ഫോഴ്സിനെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ മൂന്ന് കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി ഈ ആർട്ടിക്കിളിൽ നിന്ന്. ഒരു മെയിൻ പോയിന്റ് ഓഫ് വ്യൂ ആ ഡയമെൻഷനിൽ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഡിസ്കസ് ചെയ്തതാണ് നമ്മളിപ്പോൾ. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇന്നിപ്പം നമ്മൾ നോക്കിയിരുന്നു ബാക്കി എന്തെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. പക്ഷേ എന്നുള്ളതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ടെലസ്കോപ്പിനെ പറ്റി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഹവായിലേക്ക് ഒരു ഇന്ത്യയും കാനഡയും അങ്ങനെ കുറച്ചധികം രാജ്യങ്ങളുടെ ഒരു കൊളാബറേഷനെ പറ്റി. അത് ജസ്റ്റ് നമ്മൾ വായിച്ചു വിട്ടാൽ മതി. നമ്മളൊരു പ്രിലിംസ് ആംഗിളിൽ അതിനെ കണ്ടാൽ മതി. കൊളാബറേഷൻ, ആ ടെലസ്കോപ്പ്, അത് ഉപയോഗിക്കുന്ന IR-നെ, ഇൻഫ്രാറെഡ് ടെലസ്കോപ്പാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അത് നോട്ട്സിലൊക്കെ നമുക്ക് വരുന്നതാണ്, ടെലഗ്രാം ഗ്രൂപ്പ്സിൽ അപ്ഡേറ്റഡ് ആവും. ഇനി ഭാവിയിൽ അതിന്റെ കൂടുതൽ സ്റ്റഡീസ് നടക്കുന്ന സമയത്ത് നമ്മൾ DNA-യിലും അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ കൂടാതെ ഇപ്പൊ അടൽ ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞു, അതിന്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു മില്ലറ്റിന്റെ ഒരു കോൺഫറൻസ് വരാൻ പോകുന്നുണ്ട്, നമ്മുടെ ഇന്ത്യ വെച്ച് നടക്കുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ഫെബ്രുവരി. സോ അതും ഇനി നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അത്യാവശ്യം മെയിൻ ന്യൂസ് ഒക്കെ കവർ ചെയ്തു. പിന്നെ ന്യൂസിനകത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കുടുംബശ്രീയുടെ ഒരു ഒരു ചെറിയ, ഇതൊന്നും വലിയ ഇതല്ല, ആർട്ടിക്കിൾസ് അല്ല, നമുക്ക് കേസ് സ്റ്റഡി ഒക്കെ ആയിട്ട് കോട്ട് ചെയ്യാം. നമ്മുടെ ഈ കോട്ടയത്തുള്ള റെസ്പോൺസിബിൾ ടൂറിസത്തിനെ പറ്റി ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ട് കാണും വായിക്കുമ്പോഴത്തേന്. അപ്പം അതും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് റെസ്പോൺസിബിൾ ടൂറിസം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഭാഗം വരുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കുടുംബശ്രീ മോഡലിന്റെ കൂടെ അവർക്ക് ടൂറിസ്റ്റ് എന്റർപ്രീനിയർഷിപ്പ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ആർട്ടിക്കിൾ. സോ നന്നായിട്ട് തന്നെ ഹാപ്പി ലേണിംഗ് നടക്കട്ടെ. അടുത്ത ദിവസം കാണാം. താങ്ക് യു.